ഇന്നത്തെ ഒരു വീഡിയോ ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആണ്. ഈ ഓയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൻ ശല്യം കൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുകയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓയിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതെനിക്ക് എൻ്റെ അച്ചമ്മ തയ്യാറാക്കി തന്ന ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ എണ്ണയ്ക്ക് വേണ്ട മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിലൊന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തുളസി. അതും കറുത്ത തുളസി തന്നെ ഉപയോഗിക്കണം. അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള തുളസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറുത്ത തുളസിയാണ്. അത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണയിലേക്ക് അരച്ചെടുത്ത തുളസീൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഈ നീര് വെള്ളം കൂട്ടാതെ വേണം ഈ നീര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം തന്നെ നല്ല പോലെ എണ്ണ ഇങ്ങനെ പത വരും എണ്ണേൻ്റെ അകത്ത് നിന്ന്. ആ പത നമ്മൾ കൈവിട്ട് കൊടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. പതയൊക്കെ ഒന്ന് തണുത്ത് പതയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു 2 ഇല തുളസി ഇല കൂടി ഇടുക. അപ്പം നല്ല സ്മെല്ല്. നമ്മുടെ എണ്ണ റെഡിയായി. ഇത്ര ആക്കാനുള്ളൂ. പിന്നെ കുപ്പിയിലൊക്കെ എൻ്റെ അച്ചമ്മ തന്നെ ആക്കി തന്നതാണ്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇത് ഞാനെടുത്തു. ഞാൻ തലയിലും കൂടി തേച്ചു. നല്ല സ്മെല്ല്. ഇതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നമുക്കൊരു പഴയൊരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരുന്ന തരത്തിലുള്ളൊരു സ്മെല്ലാണ്. അതുമാത്രമല്ല നല്ല എഫക്റ്റീവും കൂടിയാണ്. ഇത് നമ്മൾ എണ്ണ മാത്രം തേച്ച് കൊടുത്തതിനെ കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇല്ല. എണ്ണ തേച്ചതിന് ശേഷവും തേക്കുന്നതിന് മുമ്പൊക്കെ തല പേൻ ചീർപ്പ് വെച്ച് നന്നായി വാരി കൊടുക്കുക കൂടി വേണം. പേരും ഈരും ഒക്കെ ചീർപ്പ് വെച്ചൊക്കെ കളയണം. അങ്ങനെ കളഞ്ഞാലും കൂടി മാത്രമേ ഈ എണ്ണയും നമുക്ക് റിസൾട്ട് തരുള്ളൂ. എല്ലാവർക്കും ഇതൊരുപോലെ എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് നല്ല എഫക്റ്റീവാണ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.